മിക്കവരുടെയും വീടുകളിൽ കേടായ ഇതുപോലുള്ള റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ടോർച്ചുകളും അതുപോലെ എമർജൻസി ലൈറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറഞ്ഞ വിലയുടെ ലൈറ്റുകൾ കേടായിട്ടുണ്ടെങ്കിൽ ഇത് നന്നാക്കാനായിട്ട് നമ്മൾ കടകളിൽ കൊണ്ട് കൊടുത്താൽ എല്ലാ കടകളിലൊന്നും ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് നന്നാക്കാൻ പറ്റാതെ കേടായിരിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീട്ടിൽ ചെയ്ത് കാണിക്കാനായിട്ട് ഞാൻ ഇന്നിവിടെ ആക്രിക്കടയിൽ നിന്നാണ് ഈ ലൈറ്റ് മേടിച്ചേക്കുന്നത്. ഈ ഒരു ടോർച്ചും പിന്നെ ഈ സൈക്കിളിനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഈ ലൈറ്റ് ഇതിന് രണ്ടിനും കൂടി 20 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കാം. ഇങ്ങനെയുള്ള ഏത് ലൈറ്റുകളിലേക്കാണെങ്കിലും കംപ്ലൈൻറ്റ് നമുക്ക് തന്നെ സ്വയം പരിഹരിക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെയുള്ള വില കുറഞ്ഞ ലൈറ്റുകളെല്ലാം ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബാറ്ററി നമ്മൾ പുതിയതൊക്കെ മേടിച്ചിട്ടാലും കുറച്ച് കഴിയുമ്പോൾ കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഈ ലൈറ്റിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ സമയം ലൈറ്റിന് ബാക്കപ്പ് കിട്ടും. അതുപോലെ നല്ല രീതിയിൽ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു ബാറ്ററി 7 വർഷത്തിന് മുകളിൽ ലൈഫുണ്ട്. അതുപോലെ ചിലപ്പോൾ എല്ലാവർക്കൊന്നും ഇതുപോലെ ലിഥിയം ബാറ്ററി ആക്കി മാറ്റണം താല്പര്യം കാണില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പഴയ ലെഡ് ആസിഡ് ബാറ്ററി മാറിയിട്ട് പുതിയ ലെഡ് ആസിഡ് ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഇന്ന് തീരി വീഡിയോയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് ആക്രിക്കടയിൽ നിന്ന് മേടിച്ചതായതുകൊണ്ട് ഇതെല്ലാം ആദ്യമേ അടിച്ച് സെപ്പറേറ്റ് ആക്കി എല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി കംപ്ലൈൻറ്റുകളെല്ലാം പരിഹരിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പഴയ ലൈറ്റുകളിലേക്ക് ലെഡ് ആസിഡ് ബാറ്ററി കംപ്ലൈൻറ്റ് ആണെങ്കിൽ ലൈറ്റ് ഇതുപോലെ അഴിക്കുക. അതിനുള്ളിലായിട്ട് കാണുന്ന പോലത്തെ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള 4 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ടോർച്ചുകൾ, കൊതുക് ബാറ്റ്, അതുപോലെ എമർജൻസി ലൈറ്റ് അതിലേക്ക് ഇങ്ങനെയുള്ള ബാറ്ററി ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ കംപ്ലൈൻറ്റ് ആയി പോകും. അപ്പോൾ ലൈറ്റിൻ്റെ ബോഡിയിൽ നിന്ന് 2 വയർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു വയർ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ പഴയ ബാറ്ററി നമ്മൾ ഷോപ്പിൽ കൊണ്ട് കാണിച്ചാൽ മതി. ഇങ്ങനെയുള്ള പല സൈസിലുള്ള ബാറ്ററികളുണ്ട്. അപ്പം പഴയ ബാറ്ററി കൊണ്ടുപോകുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസിലുള്ള ബാറ്ററി തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ പുതിയ ബാറ്ററി മേടിച്ചിട്ട് വന്ന് പഴയ ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു വയർ പുതിയ ബാറ്ററിയിൽ കണക്ട് ചെയ്താൽ മതി. ഇങ്ങനെയുള്ള ബാറ്ററിയിലും പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. കൊതുക് ബാറ്റിലേക്ക് ഉപയോഗിക്കുന്ന ചെറിയ സൈസിലുള്ള ബാറ്ററിക്ക് ഇപ്പം 60 രൂപയ്ക്കാണ്. ഈ ഒരു ബാറ്ററിക്ക് 90 രൂപയ്ക്കാവും. അതുപോലെ ഇങ്ങനെയുള്ള 4 വോൾട്ടിൻ്റെ ബാറ്ററി നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അതുപോലെ ചിലപ്പോൾ എല്ലാ ലൈറ്റിലെയും ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൊണ്ടായിരിക്കില്ല, ബാറ്ററി ചാർജിങ്ങിനുള്ള സർക്യൂട്ടിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടും ബാറ്ററി ചാർജ് ആകാതെ വരും. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മളത് പരിഹരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ചിലപ്പം എല്ലാവർക്കൊന്നും ആ ഒരു കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് തന്നെയുമല്ല, ഇങ്ങനെയുള്ള ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ പുതിയത് മേടിച്ചിട്ടാലും അധികം നാൾ നിൽക്കില്ല, ഇതും വേഗം കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെയുള്ള ലെഡ് ആസിഡ് ബാറ്ററി ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള ലിഥിയം ബാറ്ററി ആക്കി മാറ്റുന്നതാണ്. ഇതാകുമ്പോൾ വേറെ റിസ്ക്കുകളൊന്നുമില്ല. നമുക്കിത് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് റീചാർജ് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ നമ്മളിവിടെ ഇത് ആക്രിക്കടയിൽ നിന്ന് മേടിച്ച ലൈറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ പുറമേയുള്ള കവറിലൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ നിന്ന് റഫായിട്ട് ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഞാനിവിടെ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ലൈറ്റിൻ്റെ എല്ലാ പാർട്സും സെപ്പറേറ്റ് ആക്കി എല്ലാം കഴുകി ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഇത് ആക്രിക്കടയിൽ നിന്നായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന ലൈറ്റുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെല്ലാം കഴുകി ക്ലീൻ ആക്കി ഇപ്പം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പഴയ ലൈറ്റുകളിൽ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററി മാറ്റിയിട്ട് ഇതുപോലുള്ള ലിഥിയം ബാറ്ററി ആക്കുമ്പം പിന്നീട് നമ്മൾ ഈ ലൈറ്റിലുള്ള ചാർജിങ് സർക്യൂട്ട് വഴി ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ പാടില്ല. ഈ ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ആവും. അതുപോലെ ലൈറ്റിൻ്റെ ബോർഡുകളിൽ ഇതുപോലുള്ള ചെറിയ ഫിൽറ്റർ കപ്പാസിറ്ററൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററും ബോഡിയിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഉപയോഗം ഇതിലുള്ള പഴയ ലെഡ് ആസിഡ് ബാറ്ററി ചാർജിങ് സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ലിഥിയം ബാറ്ററി ആക്കുമ്പം ഈ ഒരു കപ്പാസിറ്റർ നമ്മുടെ ബാറ്ററി ചാർജ് ട്രെയിൻ ചെയ്യിക്കും. അതുകൊണ്ട് നമുക്കിതൊന്നും ആവശ്യമില്ല അതിനകത്ത്. അപ്പോൾ പഴയ ലൈറ്റിൻ്റെ കപ്പാസിറ്റർ മാത്രമാണ് ഇതുപോലെ കട്ട് ചെയ്ത് കളയാവുള്ളൂ. റെസിസ്റ്റർ ഒന്നും കളയാൻ പാടില്ല. അതുപോലെ ഈ കാണുന്ന ഈ ഒരു കപ്പാസിറ്ററൊന്നും നമുക്കിനി ഈ ഒരു ബോർഡിൽ ആവശ്യമില്ല. ഇതൊക്കെ ആ ഒരു പഴയ ലെഡ് ആസിഡ് ബാറ്ററി ചാർജിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിലെ കപ്പാസിറ്റർ എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ബോർഡ് ഈ ലൈറ്റിൻ്റെ കേസിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ബാറ്ററി ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ടോർച്ച് ചെറുതായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഈ ഒരു നീളം കൂടിയ ഒരു ബാറ്ററി ഇതിൽ ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ലിഥിയം ബാറ്ററി ഇതും പല സൈസിലുള്ള മേടിക്കാൻ കിട്ടും. വോൾട്ട് എല്ലാത്തിനെയും സെയിം തന്നെയാണ്, 3.7 വോൾട്ട്. ഇവിടെ ഇപ്പോൾ ഈ ഒരു നീളം കൂടിയ ബാറ്ററി ഇത് 2000 mAh, നീളം കുറഞ്ഞ ബാറ്ററി 1200 mAh ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള 3.7 വോൾട്ടിൻ്റെ സെല്ലുകൾ ഫുൾ ചാർജ് ഉള്ള സമയത്ത് 4.2 വോൾട്ട് ആയിരിക്കും. ലെഡ് ആസിഡ് ബാറ്ററി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററിക്ക് ഒരുപാട് സമയം കൂടുതൽ ചാർജ് കിട്ടും. അതുപോലെ ലൈഫ് കൂടുതലുണ്ടാവും. വേറെ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററി നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടുന്നതാണ്. ഈ ഒരു നീളം കുറഞ്ഞ സെല്ല് 18500 ഈ ഒരു സീരീസിൽപ്പെട്ട സെല്ലാണ്. ഈ ഒരു നീളം കൂടിയ ഒരു സെല്ല് ഇത് 18650 ഈ ഒരു സീരീസിൽപ്പെട്ട സെല്ലാണ്. അതുപോലെ ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററിയിൽ വയറൊക്കെ സോൾവ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററി കടകളിൽ 90 രൂപ മുതലുള്ള കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ളതിനൊക്കെ 160 രൂപയൊക്കെ ആവും. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് വയർ കണക്ട് ചെയ്യാം. ആദ്യമേ ബാറ്ററിയുടെ ഈ ഒരു പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും കുറച്ച് സോൾഡിംഗ് പേസ്റ്റ് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് അയൺ ബീറ്റിൽ കുറച്ച് ലെഡ് ഇതുപോലെ ഉരുക്കിയെടുക്കുക. അത് കഴിഞ്ഞ് ബാറ്ററിയിലേക്ക് ഈ ഒരു സോൾഡിംഗ് പേസ്റ്റ് തയ്ച്ച ഒരു ഭാഗത്തേക്ക് അയൺ ബീറ്റ് മുട്ടിക്കും. പെട്ടെന്ന് തന്നെ എല്ലായിടത്തേക്കും ലെഡ് ആയിക്കോളും. അപ്പോൾ ഇതുപോലുള്ള ബാറ്ററിയിലൊക്കെ സോൾഡർ ചെയ്യുമ്പം ഇതുപോലെ പെട്ടെന്ന് തന്നെ ബാറ്ററി ഹീറ്റ് ആകാതെ സോൾഡർ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതേപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡും ഇതുപോലെ തന്നെ സോൾഡർ ചെയ്തെടുക്കുക വേഗം തന്നെ. ഇങ്ങനെയുള്ള ബാറ്ററിയിലൊക്കെ സ്പോട്ട് വെൽഡ് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ആവശ്യത്തിനൊക്കെ ഇതുപോലെ സോൾഡർ ചെയ്ത് ഉപയോഗിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ബാറ്ററിയിലേക്ക് ഇതുപോലെ ആദ്യമേ ലെഡ് ആക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഇതിലേക്ക് വയർ വെച്ച് സോൾഡർ ചെയ്യാൻ എളുപ്പമുണ്ട്. വയർ വിട്ടു പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഈ ഒരു ബാറ്ററി നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി ഈ ഒരു ബോർഡിലേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്
അപ്പോൾ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ആയിട്ട്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. പഴയ ലൈറ്റിൻ്റെ ആ ഒരു ബാറ്ററി മാറ്റിയിട്ട് ഇതുപോലെ ലിഥിയം ബാറ്ററി ആ ഒരു വയറിലേക്ക് തന്നെ കണക്ട് ചെയ്താൽ മതി. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ലിഥിയം ബാറ്ററിയിലേക്ക് ലൈറ്റിൻ്റെ ഒരു ബോഡിയിൽ നിന്നുള്ള വയർ രണ്ടും പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാനിവിടെ ചെറിയ 2 പീസ് വയർ കൂടി എടുത്തിട്ടുണ്ട് ഈ ഒരു ബാറ്ററിയിലേക്ക് വീണ്ടും കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ബാറ്ററിയിലേക്ക് ഈ 2 വയർ കണക്ട് ചെയ്യുന്നത് ഈ ഒരു വയറിൻ്റെ അറ്റത്ത് നമുക്കൊരു ഫീമെയിൽ സോക്കറ്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ ഫീമെയിൽ സോക്കറ്റ് കൂടി ഉൾപ്പെടുത്തുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി ഈ ഒരു കേസിലേക്ക് ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കുവാണ്. ഗ്ലൂഗൺ ഇല്ലാത്തവർ ഫ്ലെക്സ് ക്യൂക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 3 സാധനങ്ങളാണ് ആവശ്യം. ഒന്ന് ഇതുപോലുള്ളൊരു മെയിൽ പിൻ, പിന്നെ ഈ കാണുന്ന പോലെ ഒരു DC ഫീമെയിൽ സോക്കറ്റ്, പിന്നെ നമുക്ക് ലിഥിയം ബാറ്ററി മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മൊഡ്യൂൾ. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചാർജിങ് മൊഡ്യൂൾ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതുള്ള ചെറിയ പവർ ബാങ്കിൻ്റെ ബോർഡ് ഉപയോഗിക്കാം. ഇതുപോലുള്ള 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി ഇതിലേക്ക് ഒരിക്കലും മൊബൈൽ ചാർജർ നേരിട്ട് കണക്ട് ചെയ്ത് റീചാർജ് ചെയ്ത് ഈ ഒരു ബാറ്ററി ഓവർ ചാർജ് ആയിട്ട് കംപ്ലൈൻ്റ് ആവും. ഈ ഒരു ബാറ്ററി 4.2 വോൾട്ട് വരെയാണ് മാക്സിമം ചാർജ് ആകാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ചാർജിങ് മൊഡ്യൂളോ അതല്ലെങ്കിൽ പവർ ബാങ്കിൻ്റെ ബോർഡൊക്കെ ഉപയോഗിക്കാം. ഞാനിതൊക്കെ കുറഞ്ഞ വിലയ്ക്ക് മേടിച്ചത് ക്വാർട്സ് കമ്പോണൻസ് എന്നുള്ള ആപ്ലിക്കേഷനിൽ നിന്നാണ്. അതിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ ഇതിന് 16 രൂപയും അതുപോലെ 22 രൂപയ്ക്കേ ഉള്ളൂ. കടകളിൽ 50-60 രൂപയ്ക്കാണ്. ഇങ്ങനെയുള്ള മൊഡ്യൂളുകളൊക്കെ ക്വാർട്സ് കമ്പോണൻസിൽ നിന്ന് എങ്ങനെയാണ് കുറഞ്ഞ വിലയ്ക്ക് മേടിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ ഉപയോഗിക്കാൻ ഇങ്ങനെയുള്ള ചാർജിങ് മൊഡ്യൂളാണ് ഒന്നുകൂടി നല്ലത്. ഇതാകുമ്പം ബാറ്ററി ഓവറായിട്ട് ഡിസ്ചാർജ് ആവില്ല. ബാറ്ററി ഔട്ട് നമുക്ക് ഈ ഒരു ചാർജിങ് മൊഡ്യൂളിൽ നിന്ന് എടുക്കാം. ഞാനിന്നിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഈ ഒരു പവർ ബാങ്കിൻ്റെ ബോർഡാണ്. ഈ ഒരു പവർ ബാങ്കിൻ്റെ ബോർഡാണെങ്കിൽ ബാറ്ററി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചാർജ് ആയി കിട്ടും. അതുപോലെ ഈ ഒരു ബോർഡിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ബാറ്ററി ഒരേ സമയം 2 ബാറ്ററിയൊക്കെ ഒരുമിച്ച് പാരലായിട്ട് കണക്ട് ചെയ്തും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഈ ഒരു പവർ ബാങ്ക് മൊഡ്യൂൾ ഞാനിവിടെ 22 രൂപയ്ക്ക് ക്വാർട്സ് കമ്പോണൻസിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് മൊഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് ലിഥിയം ബാറ്ററി ചാർജ് ചെയ്യാനും ഉപയോഗിക്കാം. ഇതിലുള്ള ഒരു മൈക്രോ USB ചാർജിങ് സോക്കറ്റിൽ മൊബൈൽ ചാർജർ കണക്ട് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു മൊഡ്യൂളിൽ ചാർജിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ബാറ്ററി ചാർജിങ് ടൈമിൽ റെഡ് LED ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യും. ചാർജ് ഫുള്ളാകുമ്പോൾ ആ ഒരു LED തെളിഞ്ഞ് തന്നെ നിൽക്കും. B+, B- ഇതിലേക്കാണ് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് മൊഡ്യൂളിൻ്റെ B+, B- ഇതിലേക്ക് നമ്മൾ ഈ ഒരു മെയിൽ പിൻ കണക്ട് ചെയ്യും ഇതുപോലെ. അതുപോലെ നമ്മൾ ലൈറ്റിൽ നമ്മൾ ഈ ഒരു ഫീമെയിൽ സോക്കറ്റാണ് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഇങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ ലൈറ്റുകളെല്ലാം ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തേക്കുന്നത് കാണിച്ചു തരാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ കാണുന്നത് ഞാനിവിടെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ചാർജറാണ്. പവർ ബാങ്ക് മൊഡ്യൂളിൽ നമ്മൾ ഒരു മെയിൽ പിൻ കണക്ട് ചെയ്തെടുത്തേക്കുന്നതാണിത്. അപ്പോൾ ഈ ഒരു ഒറ്റ ചാർജർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തേക്കുന്ന എല്ലാ ലൈറ്റും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ എൻ്റെ വീട്ടിലുള്ള എല്ലാ ലൈറ്റുകളും ഇതുപോലെ ലിഥിയം ബാറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതുമായിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതുപോലെ ഒരൊറ്റ ചാർജറോടെ നമുക്ക് എല്ലാ ലൈറ്റുകളും മാറി മാറി ചാർജ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന 2 ലൈറ്റിൽ ഞാൻ ലിഥിയം ബാറ്ററി ആക്കിയേക്കുന്നതാണ്. ഇതിലേക്ക് ഉണ്ടായിരുന്ന പഴയ ലെഡ് ആസിഡ് ബാറ്ററി എടുത്ത് മാറ്റിയിട്ട് ലിഥിയം ബാറ്ററി ആക്കി. അതിലേക്ക് കാണുന്ന ഒരു എമർജൻസി ലൈറ്റ്, ഇതിൻ്റെ ബാറ്ററി ഞാൻ മാറിയിട്ട് ലിഥിയം ബാറ്ററി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മളിതുപോലെ ഒരു ഫീമെയിൽ സോക്കറ്റൊക്കെയാണ് പിടിപ്പിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചെയ്തെടുത്തേക്കുന്ന ഒരു ഒറ്റ ചാർജർ ഉപയോഗിച്ച് എനിക്ക് എല്ലാ ലൈറ്റുകളും ഇങ്ങനെ മാറി മാറി ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ടൊരു ഫീമെയിൽ സോക്കറ്റ് എടുക്കുക. അപ്പോൾ ഈ ഒരു ഫീമെയിൽ സോക്കറ്റിൻ്റെ സെൻറ്ററിലുള്ള പിന്നെ പോസിറ്റീവും പുറമേയുള്ള റിങ് പോലുള്ള ഭാഗമാണ് നെഗറ്റീവ്. അപ്പോൾ ഈ ഒരു ഫീമെയിൽ സോക്കറ്റ് ലൈറ്റിൻ്റെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഹോളിട്ട് ഈ ഒരു ഫീമെയിൽ സോക്കറ്റ് ലൈറ്റിൽ ഫിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ ലൈറ്റിൻ്റെ 2 പിന്ന് നമുക്ക് ബാറ്ററി ആയിട്ട് നേരിട്ട് കണക്ട് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ഫീമെയിൽ സോക്കറ്റിൻ്റെ നീളം കുറഞ്ഞ പിന്നെ പോസിറ്റീവും നീളം കൂടിയ പിന്നെ നെഗറ്റീവും ആണ്. അപ്പോൾ ഞാനിവിടെ ഈ ലൈറ്റിൻ്റെ ഈ ഒരു കവറിൽ ഇവിടെ തന്നെയാണ് ഈ ഒരു ഫീമെയിൽ സോക്കറ്റ് പിടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ ഹോളൊന്നും ഇടുന്നില്ല. ഇനി അടുത്തായിട്ട് ഈ ഒരു ഫീമെയിൽ സോക്കറ്റിൻ്റെ 2 പിന്നിലേക്കും ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും കണക്ട് ചെയ്യുവാണ്. ഇനി ഈ ഒരു ഫീമെയിൽ സോക്കറ്റ് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂവും കൂടെ ഉപയോഗിച്ച് ഒട്ടിച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കണക്ട് ചെയ്യാനുള്ള ഈ ഒരു മെയിൽ പിന്ന്, ഇതിൻ്റെ കണക്ഷൻസ് ഈ കാണുന്ന പോലെയാണ്. ഇതിൻ്റെ ഈ പുറമെയുള്ള റിങ് പോലെയുള്ള ഭാഗം നെഗറ്റീവും സെൻറ്ററിലുള്ള ഈ ഹോള് പോലെയുള്ള ഭാഗം പോസിറ്റീവുമാണ്. അപ്പോൾ ഇത് തിരിഞ്ഞു പോകാൻ നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു മെയിൽ പിന്നിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ 2 വയറുകൾ ഇത് ചാർജിങ് മൊഡ്യൂളിൻ്റെയോ അതല്ലെങ്കിൽ പവർ ബാങ്കിൻ്റെ ബോർഡിൻ്റെയോ B+ലേക്കും B- നോക്കി കൊടുത്താൽ മതി. B+ എന്ന് ഉദ്ദേശിക്കുന്നത് ബാറ്ററി പ്ലസ് ആണ്, B- എന്ന് ഉദ്ദേശിക്കുന്നത് ബാറ്ററി നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെ ഒരു ചാർജർ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ലൈറ്റുകളും ഇതുപോലെ ആക്കി എടുത്തിട്ട് നമുക്ക് ഈ ഒരൊറ്റ ചാർജർ ഉപയോഗിച്ച് മാറി മാറി റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്ര ഉള്ള ഇതിൻ്റെ കണക്ഷൻസ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഈ ഒരു ചാർജിങ് മൊഡ്യൂളിലേക്ക് നമുക്ക് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററികളെല്ലാം. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം ക്ലിയർ ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് നേരത്തെയൊക്കെ ചെയ്തേക്കുന്നതാണ് ഇവിടെ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ചാർജർ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാൻ കഴിയും. നമ്മൾ ഈ ലൈറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു മൊഡ്യൂളിലുള്ള ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ. അതായത് ബാറ്ററി ചാർജിങ് ടൈമിലാണ് ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുള്ളൂ. ബാറ്ററി ചാർജ് ഫുള്ളാണെങ്കിലോ അതല്ലെങ്കിൽ ഇത് നമ്മൾ ബാറ്ററി ആയിട്ട് അതായത് ലൈറ്റിൽ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കും. അതുപോലെ ബാറ്ററി ചാർജ് ഫുള്ളാകുന്ന സമയത്തും ഈ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കും. ആ രീതിയാണ് ഇതിൻ്റെ വർക്കിങ്. അപ്പോൾ ഇതുപോലെ ഒരു ചാർജർ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ എല്ലാ ലൈറ്റുകളിലും ലിഥിയം ബാറ്ററി ആക്കിയിട്ട് നമുക്ക് എല്ലാം ഇതുപോലെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ ലൈറ്റിൻ്റെ പണികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ വീടുകളിലും ഇതുപോലെയുള്ള പഴയ ലൈറ്റുകൾ കംപ്ലൈൻ്റ് ആയി കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ സ്വയമേ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ നമ്മൾ കടയിൽ നന്നാക്കാൻ കൊണ്ട് കൊടുക്കുമ്പോഴാണ് അവർക്ക് ജാടയും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമുക്ക് തന്നെ സ്വയമേ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഇന്നിവിടെ ചെയ്ത പോലെ ലിഥിയം ബാറ്ററി ആക്കുവാണെങ്കിൽ ഒരുപാട് നാൾ ലൈറ്റ് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കടകളിലും അതുപോലെ ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തെടുത്ത് ഈ ലൈറ്റ് ചാർജ് ചെയ്ത് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഓക്കെ ആയെന്ന്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇതുപോലുള്ള പഴയ ലൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നല്ല രീതിയിൽ ഉപകാരപ്പെടും.
അതുപോലെ ഇങ്ങനെയുള്ള ലൈറ്റുകൾ നമ്മൾ ലിഥിയം ബാറ്ററി ആക്കി മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒരുപാട് നേരമൊക്കെ ലൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ബാറ്ററി ചാർജ് കുറഞ്ഞ ലൈറ്റിൻ്റെ വെളിച്ചം കുറയുന്ന സമയത്ത് പിന്നീട് ബാറ്ററി റീചാർജ് ചെയ്തിട്ട് മാത്രമാണ് ഉപയോഗിക്കാവുള്ളൂ. പൂർണ്ണമായിട്ടും ബാറ്ററി ചാർജ് തീരുന്നോടം വരെ ലൈറ്റ് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ നമ്മൾ ഈ ലൈറ്റ് ഇതുപോലെ ചെയ്തെടുത്തതുകൊണ്ട് നമുക്ക് ഇനി ഈ ലൈറ്റ് പവർ ബാങ്ക് ഒക്കെ ഉപയോഗിച്ചും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഈ ലൈറ്റ് നമ്മളിവിടെ ചെയ്തെടുത്ത പോലെ നിങ്ങൾക്കും ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റും മേടിക്കാനുള്ള ലിങ്കും വീഡിയോയിൽ കൊടുത്തേക്കാം. ചില സാധനങ്ങൾക്ക് കടയിലായിരിക്കും വിലക്കുറവ്, ചില സാധനങ്ങൾക്ക് ഓൺലൈനായിട്ടും വിലക്കുറവുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.